രാഗിണിയുടെ വിഷമങ്ങൾ ജയപാലൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛാ, അവൾ കാവേരിയെ നിവിൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കാവേരിയുടെ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം മാറും. രാജി ആൻറ്റിക്ക് എന്നെ മാത്രമേ വേണ്ടെന്നുള്ളൂ. കാവേരിയെ രാജി ആൻറ്റി അംഗീകരിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിൽ പരസ്പരം കല്യാണം കഴിച്ച് ഈ പുഷ്പവാടിയിലോട്ട് വന്ന് സുഖമായി ജീവിക്കും. അതൊന്നും എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ അച്ഛാ എന്ന് പറയുകയാണ് രാഗിണി. അപ്പോൾ ജയപാലൻ മോളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, മോളെ അങ്ങനെയൊക്കെ ചെയ്ത് അവൻ ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ ഈ അച്ഛൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. എൻ്റെ മോളെ വിഷമിപ്പിച്ചിട്ട് അവൻ ഒരിക്കലും ഇവിടെ സമാധാനമായിട്ട് ജീവിക്കില്ല എന്ന് പറയണം. അപ്പോൾ രാഗിണി പറയാണ്, അവൻ ഇത്രയും ദിവസത്തിന് ശേഷമാണ് അവൻ എന്നെ കാണുന്നത് അമ്പലത്തിൽ വെച്ചിട്ട്. അവൻ എൻ്റെ കഴുത്തിൽ വെച്ച് താലി എടുത്തിട്ടാണ് അവൻ പോയത്. ഞാനൊരു പെണ്ണല്ലേ, എൻ്റെ മനസ്സിൽ എന്തോരം വിഷമങ്ങളുണ്ടാവും. നിനക്ക് സുഖമാണോ, അല്ലെങ്കിൽ നീ ഓക്കെ ആണോ, അങ്ങനത്തെ ഒരു കാര്യം അവൻ എന്നെ കണ്ടപ്പോൾ ചോദിച്ചില്ല. മനസ്സിലെപ്പോഴും കാവേരി 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 എന്ന് പറയണം. ജയപാലൻ പറയും, മോള് പോയി ഭക്ഷണം കഴിക്കാൻ, അച്ഛനൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന്. അപ്പോൾ അച്ഛൻ എവിടേക്കാണ് പോണത് എന്ന് ചോദിക്കുകയാണ് രാഗിണി. അപ്പോൾ ജയപാലൻ പറയും, മോളെ നിൻ്റെ ജീവിതത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരുത്തനെ നിനക്ക് ഇനി എന്തിനാ? അവൻ ജീവിച്ചാലെന്താ മരിച്ചാലെന്താ, നീ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട. അപ്പോൾ രാഗിണി പറയും, അച്ഛൻ അവനെ ഒന്നും ചെയ്യരുത്, നീ അത് ആലോചിച്ച് വിഷമിക്കേണ്ട മോളെ എന്ന് പറഞ്ഞിട്ട് ജയപാലൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. നിവിനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ജയപാലൻ പോകുന്നത്. ഇതേ സമയം തിരുവനന്തപുരത്തെ ഹോസ്പിറ്റലിൽ കാവേരി ആണെങ്കിൽ ആകെ വിഷമിച്ചിട്ടിരിക്കുകയാണ്. കാരണം കാവേരി ഇങ്ങനെ കരയുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നീളമോൾ അപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ശാരദയാണെങ്കിൽ ഇങ്ങനെ തലയിൽ ഇങ്ങനെ തലോടി കൊടുക്കുന്നും ഒക്കെ ഉണ്ട്. അങ്ങനത്തെ അപ്പോൾ വിനീത അങ്ങോട്ട് വരും. അപ്പോൾ വിനീത അങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ കിടന്നുറങ്ങുന്നതാണല്ലോ കാണുന്നത്. അപ്പോൾ വിനീത ചോദിക്കും, എന്താ അമ്മായി, നിള ഉറങ്ങുകയാണോ എന്ന്. പറയും, നിള ഉറങ്ങുകയാണ്, പക്ഷേ നിളയ്ക്ക് നല്ല ശ്വാസം മുട്ടലുണ്ടായപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നേഴ്സ് വന്ന് ഓക്സിജൻ കൊടുത്തു. അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ ഒന്ന് റിലാക്സായി ഇപ്പോൾ ഒന്ന് കിടന്നുറങ്ങുന്നത് എന്ന്. അപ്പം വിനീത് ചോദിക്കും, ഓക്സിജനോ? അതേ മോനെ, ഓക്സിജൻ കൊടുത്തു, ഒരു സുഖം ഉണ്ടായിരുന്നില്ല, അവൾക്ക് തീരെ വയ്യായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ നിവിന് ആകെ വിഷമാവും. നിവിനിങ്ങനെ ഭയങ്കരമായുള്ള കുറ്റബോധമൊക്കെ വരും. അങ്ങനെ നിവിൻ കാവേരിയും കൂട്ടിയിട്ട് റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വിനീത് പറയും, കാവേരി കിഡ്നി കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് അന്വേഷിച്ചോ കൂടെ ആർക്കെങ്കിലും കിഡ്നി വേണോ എന്ന്, എന്നാൽ എൻ്റെ കിഡ്നി കൊടുക്കാമല്ലോ എന്ന് പറയണം. അപ്പോൾ കാവേരി ചോദിക്കും, പൈസ പോയെന്ന് വിചാരിച്ചിട്ട് വിനീതേട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന്. അല്ല കാവേരി, എനിക്ക് പറ്റുന്നില്ല, നീളമ്പോൾ ഇങ്ങനെ കിടക്കുന്നത് കാണുന്നത് എനിക്ക് പറ്റുന്നില്ല. നിനക്കറിയാലോ അവളെ എനിക്ക് ആരാണെന്ന്. അവളെ എനിക്ക് എൻ്റെ മോളെ പോലെയാണ്. അപ്പോൾ ഇനി അവളിങ്ങനെ കിടന്ന് ശ്വാസം കിട്ടാതെ ഓക്സിജന് വേണ്ടി ബുദ്ധിമുട്ടുന്നത് എനിക്കിത് കണ്ട് നിൽക്കാനേ പറ്റുന്നില്ല എന്ന് പറയാണ് വിനീത്. അപ്പോൾ കാവേരി പറയും, നമുക്ക് എന്തെങ്കിലും വഴി കാണാം വിനീതേട്ടാന്ന്. അപ്പോൾ വിനീത് പറയാണ്, ഞാൻ ഗംഗയോട് ഇതൊക്കെ പറഞ്ഞാലോ എന്ന് വിചാരിക്കുന്നുണ്ടെന്ന്. അപ്പോൾ കാവേരി ഇത് വിലക്കാണ്. ഗംഗ ചേച്ചിയുടെ കൂടി പറഞ്ഞിട്ട് എന്താ വിനീതേട്ട കാര്യം? വല്ല ബലവും ഉണ്ടോ? അതില്ലല്ലോ, നമുക്കതിന് വേറെ എന്തെങ്കിലും മാർഗം കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് പറയുകയാണ് വിനീതിൻ്റെ അടുത്ത് കാവേരി. വിനീത് പറയും, എനിക്ക് പറ്റുന്നില്ല കാവേരി, ഈ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥ ഞാൻ കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല, എനിക്ക് പറ്റുന്നില്ല. നിളമോളുടെ ആ വാടിത്തളർന്ന് കിടക്കുന്ന മുഖം മാത്രമേ എനിക്ക് മനസ്സിലോട്ട് വരുന്നുള്ളൂ. അവളുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ് വിനീത് കാവേരിയുടെ അടുത്ത്. അപ്പോൾ കാവേരി പറയാൻ, നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം നോക്കാം വിനീതേട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ ശരിക്കും അഡ്മിറ്റായിട്ടൊരു ദിവസം കഴിഞ്ഞു. പൈസ അടയ്ക്കാത്തത് കൊണ്ടാണ് ഈ കുട്ടീനെ ഇങ്ങനെ കിടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞത് ബാങ്കിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റിയില്ല, നാളെ പൈസ എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടാണ് ഹോസ്പിറ്റലുകാരെ പിടിച്ചു നിർത്തിയിട്ടുള്ളത്. ഇതേ സമയം നിവിനെ അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണല്ലോ നമ്മുടെ ജയപാലൻ. അങ്ങനെ ജയപാലൻ നിവിനെ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ നിവിൻ ഇരുന്ന് ഫോൺ ചെയ്യണ സമയത്ത്, വണ്ടിയിൽ നിന്ന് ഫോൺ ചെയ്യണ സമയത്താവും ജയപാലൻ്റെ കാറ് വരിക. അപ്പോൾ നിവിൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ ലൈറ്റ് അടിക്കുമ്പോൾ നിവിൻ ഇങ്ങനെ കണ്ണ് ചിമ്മി നോക്കുമ്പോൾ ജയപാലനായിരിക്കും. അപ്പോൾ നിവിൻ ഇങ്ങനെ അന്തം വിടും. അപ്പോൾ ജയപാലൻ ചോദിക്കും, നീ തിരുവനന്തപുരത്ത് വെച്ച് എന്നെ കണ്ടപ്പോൾ ഉള്ള ഷോക്കാവൂല്ലേ എന്ന് പറയുകയാണ് ജയപാലൻ. അപ്പോൾ നിവിൻ അല്ലെങ്കിൽ അമ്മാവൻ എന്തിനാണ് എന്നെ അന്വേഷിച്ച് നടക്കുന്നത് എന്ന്. നിന്നെ അന്വേഷിച്ച് നടക്കുന്നത് എന്താ, എൻ്റെ മോളെ നിനക്ക് കെട്ടിച്ചേരാൻ എന്നൊക്കെ ജയപാലൻ പറയണം. എന്നിട്ട് അപ്പോൾ നിവിൻ പറയും, നിങ്ങളുടെ മോളെ കെട്ടാൻ എനിക്ക് ഒരു താല്പര്യവും ഇല്ല. നിങ്ങളുടെ മോൾക്ക് ഭ്രാന്ത്. അത് നിങ്ങൾക്കും നിങ്ങളുടെ മോൾക്കും ഒഴികെ ബാക്കി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പിന്നെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പ്രാപ്തിയില്ല വെച്ചെങ്കിൽ, അതായത് കല്യാണം കഴിക്കാൻ അവൾ തയ്യാറാവുന്നില്ല വെച്ചെങ്കിൽ വല്ല കയറിൽ കുരുക്കിട്ടിട്ട് വല്ല കഴുത്തിൽ കെട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അല്ലാണ്ട് ആ കുരുക്ക് എൻ്റെ കഴുത്തിലോട്ട് നീക്കാമെന്ന് വിചാരിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട എന്ന് ജയപാലനോട് പറയാണ്.
അപ്പോൾ ജയപാലനത് വല്ലാത്ത ഇൻസൾട്ടാവും. കാരണം മോളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ജയപാലൻ രാഗിണി എന്ന് പറഞ്ഞാൽ അത്രയും ഇഷ്ടമാണ്. രാഗിണിക്കാണ് ജയപാലൻ ഏറ്റവും സ്നേഹം കൂടുതൽ കൊടുക്കുന്നത്. അപ്പോൾ ജയപാലൻ പറയും, നീ ഇതിനുള്ളതൊക്കെ അനുഭവിക്കോടാ എന്നൊക്കെ പറഞ്ഞ് ജയപാലൻ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിവിൻ പറയും, എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് നിവിൻ വണ്ടി എടുത്തിട്ട് പോവാണ്. അപ്പോൾ വണ്ടി എടുത്ത് പോകുന്നത് കണ്ടപ്പോൾ ജയപാലനും ആ വണ്ടിയായിട്ട് ഇവനെ ഫോളോ ചെയ്യണം. അപ്പോൾ ജയപാലൻ്റെ ഈ പോക്ക് കണ്ട കാരണം നമ്മുടെ രാഗിണിക്ക് സംശയമുണ്ട്. രാഗിണി ജയപാലിനെ വിളിക്കും. എന്നിട്ട് പറയും, അച്ഛൻ എവിടെയാണെന്ന്. അപ്പം ഞാൻ നിവിനെ കണ്ട് നിൽക്കുകയാണ് മോളെ, അവന് എത്ര പറഞ്ഞിട്ട് അവന് മനസ്സിലാവുന്നില്ല എന്ന്. അപ്പോൾ രാഗിണി പറയും, അവനൊന്നും ചെയ്യരുത്, നിവിൻ അച്ഛനൊന്നും ചെയ്യരുതെന്ന്. അത് പറഞ്ഞാൽ ശരിയാവില്ല മോളെ, കാരണം ഇനിയും അവൻ്റെ അഹങ്കാരം അവസാനിച്ചിട്ടില്ല. എൻ്റെ മോൾക്ക് ഇനി ഒരു ജീവിതം കിട്ടണമെങ്കിൽ അത് നിവിൻ്റെ ചിതയിൽ ചവിട്ടിയാൽ നിനക്ക് ആ ഒരു ജീവിതം കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ചാപ്റ്റർ ഞാൻ ഇന്ന് അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ രാഗിണി പറയും, അച്ഛനൊന്നും ചെയ്യല്ലേ, അവനെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല എന്ന് പറയണം. അപ്പോൾ ജയഭാരൻ പറയും, നീ മോളെ ഫോൺ വെച്ചേക്ക്, ഇനി എന്നെ വിളിക്കണ്ട എന്ന് പറഞ്ഞ് ജയഭാരൻ ഫോൺ കട്ട് ചെയ്യുകയാണ്. എന്നതിന് ശേഷം നിവിൻ്റെ പിന്നാലെ നിവിനെ ഫോളോ ചെയ്ത് നടക്കുകയാണ്. അപ്പോൾ ഇതേ സമയം തന്നെ നമ്മുടെ രാഗിണിയും അവനെ ഫോളോ ചെയ്തിട്ട്, അതായത് ഇവൻ അന്വേഷിച്ച് വരുന്നുണ്ട്. കാരണം ജയപാലൻ ഇവനെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ രാഗിണിക്ക് അത് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ രാഗിണിയും അവനെ അന്വേഷിച്ചിട്ട് പിന്നാലെ നടക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ നിവിൻ ബൈക്കായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബൈക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജയപാലൻ ഇവനെ ഫോളോ ചെയ്ത് ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നിവിന് മനസ്സിലായി നിവിനെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ ഒരു ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ എന്ത് ചെയ്യും, ജയപാലൻ നിവിനെ തട്ടിയിടുകയാണ്. അങ്ങനെ തട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ നിവിൻ പോയിട്ട് ഒരു സ്ഥലത്ത് തലയിടിച്ചിട്ട് വീഴും. അങ്ങനെ തലയിടിച്ച് വീണ് കഴിഞ്ഞപ്പോൾ ജയപാലൻ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഒരു വണ്ടിയാണെച്ചെങ്കിൽ ഒരു സൈഡിലോട്ടായിട്ടാണ് നീങ്ങി കിടക്കുന്നത്. അപ്പുറത്ത് നിവിൻ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ നെറ്റിയിലൊക്കെ മുറിയായിട്ടുണ്ട്. മുറിയിൽ നിന്ന് ചോര വരുന്നുണ്ട്. അവനാണെങ്കിൽ അവിടെ കിടന്നിങ്ങനെ ഞെരങ്ങുന്നുണ്ട്, അയ്യോ അമ്മേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജയപാലൻ അതൊന്ന് കുറച്ച് നേരം അതൊന്ന് നോക്കി നിന്ന് ആസ്വദിക്കും. കാരണം ഇത്രയും നേരം ജയപാലനെ വെല്ലുവിളിച്ചിട്ട് പോയതാണല്ലോ അവൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അവൻ എന്നുള്ള രീതിയിൽ ജയപാലൻ അവനെ കുറച്ച് നേരം നോക്കി നിൽക്കും. എന്നിട്ട് അവൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ അവൻ കണ്ണ് തുറന്നിട്ട് ജയപാലൻ അങ്ങനെ കാണുന്നുണ്ട്. അവന് മനസ്സിലായത് ജയപാലനാണ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ എന്നതിന് ശേഷം ജയപാലൻ അവൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് പറയും, മോനെ നിൻ്റെ കൈ വളരുന്നോ കാല് വളരുന്നോ എന്നൊക്കെ നോക്കിയിരുന്ന അമ്മാവനാണ് ഞാൻ. അപ്പോൾ ഇനി നീ ഇവിടെ കിടന്ന് ശ്വാസത്തിന് വേണ്ടി പെടയുന്നതൊന്നും കാണാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് മോൻ ഇവിടെ കിടന്ന് മെല്ലെ കിടന്ന് മരിച്ചോ, ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ജയപാലൻ സന്തോഷത്തിൽ അവിടെ നിന്ന് വണ്ടിയിലേക്ക് കയറിയിട്ട് പോകാൻ നോക്കുകയാണ്. അപ്പോൾ ഇത്രയുമാണ്, അതായത് നിവിനെ ഇടിച്ചിടുന്നത് വരെ ആണ് നാളത്തെ എപ്പിസോഡ്. ബാക്കിയെല്ലാം ഇന്നത്തെ എപ്പിസോഡാണ്. കൂടുതൽ നേരത്തെ ഈ സീരിയലിൻ്റെ വിശേഷങ്ങൾ അറിയാൻ ആദ്യം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക.